ഈ ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് ഞാനൊരു ഉണ്ടംപൊരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. മൈസൂർ പഴം ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അത് മൈസൂർ പഴം ഇല്ല, അപ്പോൾ ഒരു നേന്ത്രപ്പഴമാണ് എടുത്ത്. പഴം ഏത് പഴമായാലും മതി. അപ്പോൾ അതൊന്ന് അരിഞ്ഞ് ശർക്കരയും കൂടിയിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഒരു കപ്പ് ശർക്കര ഉരുക്കിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊരു 3 അച്ച് ശർക്കര ഉരുക്കിയെടുത്തതാണ്. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇത് ഞാനെടുക്കുന്ന മാവിലേക്ക് അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പം ഞാനിതവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പ് മാവ് എടുക്കാം. 200 ml 2 കപ്പ് മാവാണ് എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഉപ്പ് അവിടെയും ഇവിടെ ഒന്നും പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടിച്ചു വച്ചിരിക്കുന്ന ശർക്കരയും പഴവും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. മുമ്പ് കടകളിലൊക്കെ ഈ പലഹാരം പ്രധാനമായിരുന്നു. ഉണ്ടംപൊരി, പഴംപൊരി, സുഗിയൻ, ഇതൊക്കെ. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പാകത്തിന് വെള്ളം ചേർത്ത്, വല്ലാതെ വെള്ളം ചേർക്കരുത്. ആവശ്യത്തിന് കുറേശ്ശെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുഴച്ച് വയ്ക്കാം നമുക്ക്. ഇതിലേക്ക് ഞാൻ കുറച്ച് നാളികേര കൊത്തുകൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേസ്റ്റാണ്. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് കുഴച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ മാവ് സെറ്റായിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ മതി വെള്ളം. കൂടുതലാവരുത്. കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്കത് പിടിച്ചാൽ കിട്ടില്ല. നമുക്ക് മാവ് അതിലേക്ക് കുഴച്ചിടുമ്പോൾ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ ഈ ഒരു പാകത്തിൽ മതി വെള്ളം.
ഇനി നമുക്കിതൊരു 1 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അടച്ച് വയ്ക്കാം. 2 മണിക്കൂറാണെങ്കിൽ നല്ലതാണ്, പക്ഷെ ഞാൻ 1 മണിക്കൂറേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. മാവൊക്കെ നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഉണ്ടംപൊരി ഉണ്ടാക്കാം. കൈയൊന്ന് നനച്ചിട്ട് മാവ് പിടിച്ചിട്ട് ഇടുക നല്ലത് കേട്ടോ, അല്ലെങ്കിൽ കൈ ഒട്ടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൽ കൈയൊന്ന് നന്നായിട്ട് മുക്കുക. എന്നിട്ട് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഒരു നാരങ്ങ വലുപ്പത്തിൽ മാവ് എടുത്തിട്ട് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിൻ്റെ ഷേപ്പ് പോയിരിക്കുന്നു കുറച്ച്. അപ്പം നമ്മളുടെ ഉണ്ടംപൊരി ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വേവണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഉള്ളൊക്കെ വേവുള്ളൂ. ഒന്നും കൂടി ആവാണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടംപൊരി വെന്തിട്ടുണ്ട്. നല്ല ഉള്ളൊക്കെ നന്നായി